ഹലോ, ഇന്നൊരു നാടൻ ചമ്മന്തിപ്പൊടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാന് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കട്ടിയുള്ള പാത്രം തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഉരുളിയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇനി അതിലേക്ക് ഒരു തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഏകദേശം 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 12 കുഞ്ഞുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർക്കുന്നുണ്ട്. എരിവിനുള്ള വറ്റൽമുളകും കൂടി ചേർക്കാം. അപ്പോൾ ഒരു 5 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകാണ് ചേർക്കുന്നത്. ഇനി കുറച്ചേറെ കറിവേപ്പില കൂടി ചേർക്കാം. അപ്പോൾ കറിവേപ്പില നമ്മൾ കണക്കൊന്നും പറയുന്നില്ല, കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് തേങ്ങ വറുത്തെടുക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രം വെച്ച് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തേങ്ങയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് വരണം. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഏകദേശം ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഒരു കുഞ്ഞ് നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, വാളംപുളിയാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയൊക്കെ നല്ല മണമാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം നമ്മുടെ തേങ്ങ, എങ്കിൽ മാത്രമേ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളർ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിലൊന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. കൈ ഒന്ന് തിരുമ്മി നോക്കുമ്പോൾ തന്നെ ഒന്ന് പൊടിഞ്ഞ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു പാകമാണ് നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ. അപ്പോൾ ഇതിൽ നമുക്കിനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടാറുന്നവരെ ഇതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പോകും. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇതിലൊട്ടും വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ്. ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ.